CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ടയെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേലൂർ, പഴവൂർ, ഇടിക്കുന്നിയിൽ മണ്ണിടിഞ്ഞ് പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി നെല്ലുവായി യൂണിയൻ ഓഫീസിനു സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ നെല്ലുവായി കള്ളിക്കാട്ടിൽ ഭാസ്കര നിലയം വീട്ടിൽ 72 വയസ്സുള്ള മോഹനകൃഷ്ണ മേനോനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവത്തിന് തുടക്കമായി. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 72ാമത് ഉറൂസ് മുബാറക്കിന് സമാപനമായി. നേർച്ച ഭക്ഷണ വിതരണത്തോടെയാണ് ആഘോഷത്തിന് കൊടിയിറങ്ങിയത്. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ അന്തോണിസിന്റെയും സെബസ്തന്യോസിന്റെയും യൗസപ്പിന്റെയും സംയുക്ത തിരുനാൾ മെയ് 3, 4, 5 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃയോഗം നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ വടക്കുമുറി ഗ്രാമീണ വായനശാലയുടെ 51ാം വാർഷികം ആഘോഷിച്ചു. റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർഷികാഘോഷം തൃശൂർ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. കുന്നംകുളം ശ്രീശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ അന്തോണിസിന്റെയും സെബസ്തന്യോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് 2, 3, 4 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിലുള്ള IPC ഗോസ്പൽ സെന്റർ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ജീസസ് വോയ്സ് 2025 എന്ന പേരിൽ മെയ് 2, 3, 4 തീയതികളിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് വില്ലേജ് പ്രദേശത്തിലേക്ക് അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. തലക്കോട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ചാവക്കാട് പുന്നജ്വാല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മരത്തങ്കോട് ഗ്രേസ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ തൃശൂർ ജില്ലാ ചാപ്റ്റർ ബഹ്റൈൻ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കാരുണ്യ സ്പർശം കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജാബിർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ 60ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് 15ാം വാർഡ് IHDP നഗർ 37ാം നമ്പർ അംഗനവാടിയിൽ നിന്നും 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അംഗനവാടി ടീച്ചർ റിസിയയ്ക്ക് യാത്രയയപ്പ് നൽകി. SSF സ്ഥാപക ദിനമായ ഏപ്രിൽ 29-ന് ശരികളുടെ ആഘോഷം എന്ന തലവാചകത്തിൽ കേരളത്തിലെ 125ഓളം വരുന്ന ഡിവിഷൻ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി സമ്മേളനങ്ങളുടെ ഭാഗമായി കുന്നംകുളം ഡിവിഷൻ സമ്മേളനം കേച്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നീണ്ടൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, നീണ്ടൂർ മസ്ജിദ് നുറാനിയ ആൻഡ് ഗിദ്മത്തുൽ ഇസ്ലാം മദ്രസയുടെ ഡോക്ടർ റാണി മേനോൻ മാഗ സിവിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സംയുക്തമായ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും തീവ്രവാദ വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.